ഈരാറ്റുപേട്ടയിലെ ഹോട്ടലുകളിൽ ആരോഗ്യവിഭാഗത്തിന്റെ പരിശോധന ആരംഭിച്ചു. ഇന്നലെ ആരംഭിച്ച പരിശോധനയിൽ വിവിധ സ്ഥാപനങ്ങളിൽ നിന്ന് പഴകിയ ഭക്ഷണങ്ങളും വൃത്തിഹീനമായ സാഹചര്യത്തിൽ ഭക്ഷണം പാചകം ചെയ്യുന്നതും കണ്ടെത്തിയിട്ടുണ്ട്. ഹോട്ടലുകൾ, ബേക്കറികൾ, ആഹാരപദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, ലോഡ്ജുകൾ എന്നിവിടങ്ങളിലാണ് പ്രധാനമായും പരിശോധന നടത്തുന്നത്. ക്രമക്കേടുകൾ കണ്ടെത്തുന്ന സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുകയും പിഴ ഈടാക്കുകയും ചെയ്യുമെന്ന് നഗരസഭാ ആരോഗ്യ വിഭാഗം സൂപ്രണ്ട് ടി രാജൻ പറഞ്ഞു. നഗരസഭ ആരോഗ്യ വിഭാഗത്തിന്റെ പരിശോധനയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. അതായത് ഹോട്ടലുകൾ, ബേക്കറികൾ, ആഹാര പദാർത്ഥങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥാപനങ്ങൾ, ലോഡ്ജുകൾ എന്നിവയുടെ പരിശോധനയാണ് നടക്കുന്നത്. ശുചിത്വമില്ലാത്ത സ്ഥാപനങ്ങളെ പരിശോധിക്കുകയും അതിന്റെ ന്യൂനതകൾ പിടിച്ച് പഴകിയതും ഉപയോഗയോഗ്യമല്ലാത്തതുമായ ഭക്ഷണപദാർത്ഥങ്ങൾ പിടിച്ചെടുക്കുന്നുണ്ട്. കൂടാതെ ന്യൂനതകൾ പരിഹരിക്കുന്നതിന് എല്ലാ സ്ഥാപനങ്ങൾക്കും 7 ദിവസത്തെ സമയം അനുവദിച്ച് നോട്ടീസ് നടക്കുന്നുണ്ട്. ഹെൽത്ത് കാർഡ്, വെള്ളം പരിശോധിച്ചതിൻ്റെ റിസൾട്ട് എന്നിവ ഹാജരാക്കാത്ത സ്ഥാപനങ്ങൾക്ക് നോട്ടീസ് നൽകുന്നുണ്ട്. തുടർന്നുള്ള വരും ദിവസങ്ങളിൽ ഈ പരിശോധന തുടരുന്നതാണ്. നഗരത്തിലെ മുഴുവൻ വ്യാപാര സ്ഥാപനങ്ങളിലും ഭക്ഷണ പദാർത്ഥങ്ങൾ നൽകുന്ന വ്യാപാര സ്ഥാപനങ്ങൾ പരിശോധന നടത്തുകയും പൊതുജനങ്ങൾക്ക് ശുദ്ധമായും ആരോഗ്യമായിട്ടുള്ള ഭക്ഷണ പദാർത്ഥം ഉറപ്പുവരുത്തുക എന്നതാണ് നഗരസഭയുടെ ലക്ഷ്യം. അതിലേക്ക് തുടർന്നുള്ള ദിവസങ്ങളിലും ഈ പരിശോധന തുടരുന്നതായിരിക്കും. ഇന്നലെ മുതലാണ് ഈ പരിശോധന ആരംഭിച്ചത്. ഇനി വരും ദിവസങ്ങൾ ഇന്നലെ 13 സ്ഥാപനങ്ങളിൽ കയറി ന്യൂനത കണ്ട സ്ഥാപനങ്ങളിലെല്ലാം നോട്ടീസ് നൽകിയിട്ടുണ്ട്. സ്ഥാപനങ്ങൾക്ക് ന്യൂനതകൾ പരിഹരിക്കുന്നതിന് 7 ദിവസത്തെ സമയം അനുവദിച്ചുകൊണ്ടാണ് നോട്ടീസ് നൽകുന്നത്. സ്ഥാപനങ്ങൾ പരിഹരിച്ച് വരുന്ന മുടക്കി അവർക്ക് പിഴ ഈടാക്കുന്നതായിരിക്കും. പിഴ ഉൾപ്പെടെ കോമ്പൗണ്ട് ചെയ്തായിരിക്കും അവർക്ക് അടുത്ത തുടർ നടപടികളിൽ നിന്ന് അവരെ ഒഴിവാക്കുന്നത്. കഴിഞ്ഞ